ഏറെക്കാലമായി ശോചനീയാവസ്ഥയിലായ റോഡ് അറ്റകുറ്റപ്രവൃത്തിക്കായി വെട്ടിപ്പൊളിച്ചിട്ട് ഒരു മാസം പിന്നിടുമ്പോഴും പ്രവൃത്തി എങ്ങും എത്തിയില്ല. ചെറുവാഞ്ചേരി പൂവത്തൂർ പാലം വെങ്ങളം ഉന്നതി റോഡാണ് ഈ അവസ്ഥയിലായത്. ഇടിവെട്ടിയവനെ പാമ്പ് കടിച്ചു എന്ന അവസ്ഥയിലാണ് ഇവിടുത്തെ നാട്ടുകാരും യാത്രക്കാരും. ചെറുവാഞ്ചേരി ടൗണിലാണ് ഞാനുള്ളത്. ഇവിടെ നിന്ന് വെങ്ങളം ഉന്നതി വരെ ഒന്ന് പോയി വരാം. അങ്ങോട്ടേക്ക് ഒരു ബസ്സുണ്ട്. എവിടെ കൊണ്ട് വെങ്ങളം പോല നേരെ പൂവത്തൂർ പാലം നേരെ പോകുന്നു. ബസ് അതുവഴി പോകുന്നില്ലെന്നാണ് പറയുന്നത്. എന്നാൽ നമുക്കൊരു ഓട്ടോറിക്ഷ പിടിച്ച് പോകാം. അങ്ങോട്ട് പോകാൻ പറ്റില്ല. ആ വഴിക്ക് എന്തുകൊണ്ട് ബസ്സും ഓട്ടോറിക്ഷയും പോകുന്നില്ല എന്നതിന്റെ കാരണം കൂടി കേൾക്കാം. ആ റൂട്ടില് പോകാൻ വളരെ ബുദ്ധിമുട്ടാണ്. കല്ല് തെറിച്ചിട്ട് ടയർ ഇങ്ങനെ പൊട്ടിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ആ റൂട്ടിൽ ഗതാഗത യോഗ്യമേ അല്ല. വിഷു വരെ നമ്മൾ മാക്സിമം നോക്കിയിട്ട് ഓടിയന് ഇനി ആവൂല. യാത്രക്കാർ നമ്മളുമായിട്ട് നിരന്തരം ഏറ്റുമുട്ടുന്ന ഒരവസ്ഥയിലേക്കാണത്. അവർക്ക് അവരുടെ കാര്യം നടക്കണ്ടേ. അവരുടെ വീട് അവിടെ ആയിപ്പോകൊണ്ട് ഇപ്പോൾ റോഡ് മോശമെന്ന് പറഞ്ഞിട്ട് നമുക്ക് അവർ ഒരു ദിവസം ഏറ്റുമുട്ടുന്ന ഒരവസ്ഥയാണുള്ളത്. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വണ്ടിക്ക് നിരന്തരം തകരാറ് സംഭവിക്കുന്നുണ്ട്. നിരന്തരം വണ്ടി പഞ്ചറാവുന്നുണ്ട്. ഫോർക്ക് കംപ്ലൈൻറ്റ്. ആദ്യം ചെറുങ്ങനിങ്ങ പോകാം. ഇപ്പം മാന്തിയിട്ടോണ്ട് വണ്ടീൻ്റെ ആക്സിലെല്ലാം ഇതായി പോന്ന് മുറിഞ്ഞു പോന്ന്. അതുകൊണ്ട് വണ്ടിക്ക് പോകാൻ പറ്റില്ല. ബസ് വരെ പോകുന്നില്ല. പിന്നെ നമ്മളെങ്ങനെ പോയി? ഇത് ചെറിയ സാധന. ഇതിൻ്റെ ആക്സിലെല്ലാം മുറിഞ്ഞു പോയാൽ നമുക്ക് അതിനുള്ള പൈസ ഇല്ല. ആകെ കിട്ടിയാൽ ഇത്ര പൈസ കിട്ടുക. നമ്മൾ റോഡ് മാന്തിയ അടുത്തം വരെ ഉണ്ടാക്കി കൊടുക്കും. അതിനുശേഷം അവർ നടന്നിട്ടാണ് സാധനങ്ങളും കൊണ്ട് പോകാനെല്ലാം അവർക്ക് വലിയ ബുദ്ധിമുട്ടാണ്. നമ്മളെ അവസ്ഥയും നമ്മൾ വൈറ്റ് ആകുമ്പോൾ നമ്മൾ കട്ടപ്പുറത്താവും വണ്ടി. അതുകൊണ്ട് നമ്മളെ കാര്യവും നമ്മൾ നോക്കണ്ടേ. ബസ്സും ഓട്ടോറിക്ഷയും ഒന്നും ആ വഴിക്ക് പോകുന്നില്ല. എന്നാൽ സ്വന്തമായി ഒരു ഇരുചക്ര വാഹനമെങ്കിലും ഉള്ളവർക്ക് ആ വഴി പോകാൻ പറ്റുമോ എന്ന് ഒന്ന് നോക്കാം. ഇതാണ് റോഡിൻ്റെ അവസ്ഥ. അല്പം സാഹസികത കൂടി വശമുണ്ടെങ്കിലേ ഇതുവഴി സഞ്ചരിക്കാനാവൂ. ഏറെക്കാലമായി ഈ റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് ഇതുവഴിയുള്ള യാത്ര ദുസ്സഹമായിരുന്നു. ഒരു മാസം മുമ്പ് റോഡ് റീടാറിങ്ങിന്റെ ഭാഗമായുള്ള പ്രവൃത്തി ആരംഭിച്ചതോടെ നാട്ടുകാരും യാത്രക്കാരും ഏറെ ആശ്വാസത്തിലായിരുന്നു. എന്നാൽ റോഡ് വെട്ടിപ്പൊളിച്ചിട്ട് ഒരു മാസം പിന്നിടുമ്പോഴും തുടർ പ്രവർത്തനങ്ങൾ എങ്ങും എത്തിയിട്ടില്ല. ഇതോടെ ഇടിവെട്ടിയവനെ പാമ്പ് കടിച്ചെന്ന അവസ്ഥയിലാണ് നാട്ടുകാരും യാത്രക്കാരും. കണ്ണവം, കൂത്തുപറമ്പ്, തലശ്ശേരി എന്നിവിടങ്ങളിലേക്ക് 4 സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തിയിരുന്ന ഈ റൂട്ടിൽ ഇപ്പോൾ ഒരു ബസ് പോലും സർവീസ് നടത്തുന്നില്ല. ഓട്ടോറിക്ഷകൾ മിക്കതും ട്രിപ്പ് വിളിച്ചാൽ പൂവത്തൂർ പാലം വരെ മാത്രമാണ് വരുന്നത്. തുടർന്ന് അങ്ങോട്ട് നടന്നു പോവേണ്ട അവസ്ഥയാണ്. ബസ് 4 ബസ്സുണ്ട്. പിന്നെ ഓട്ടോറിക്ഷകൾ ഇഷ്ടംപോലെ ഹോട്ടലുണ്ട്. ഇതിലോട്ട് പോകുമ്പോൾ പറ്റാത്ത നടക്കാൻ വരെ പറ്റില്ല. അങ്ങനെയെല്ലാം നടന്നു വിടുമ്പോൾ ചെറുവാഞ്ചേരിയാണ് നടക്കുന്നത്. ഓട്ടോയിൽ ഒരുപാടുണ്ട് ഇതിലോട്ട് വരുന്നത്. പക്ഷേ എപ്പോൾ അപ്പുറത്തോട്ട് മാത്രമേ വരുന്നത്. നടന്നു വരെ പോകാൻ പറ്റാത്ത റോഡ്. പണിക്ക് പോകാനും വരാനും പോകാനും എല്ലാം വല്ലാണ്ട് വിഷമം. പണിയൊന്നും ആയിട്ടില്ല, പണി എടുക്കുന്നില്ല. ഇല്ല, ഓട്ടോക്കാരൻ വരുന്നില്ല. റോഡ് മോശമായതുകൊണ്ട് ഓട്ടോക്കാരൻ വരുന്നില്ല. ബസ്സിനും ബുദ്ധിമുട്ട്, യാത്രക്കാർക്കും ബുദ്ധിമുട്ട്. ഒന്നാമത് പിന്നെ ഓട്ടോറിക്ഷയും പോകുന്നില്ല, ഒന്നും പോകുന്നില്ല. വല്ലാത്തൊരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. സ്വന്തം ഇരുചക്ര വാഹനത്തിൽ പോവാമെന്ന് വെച്ചാൽ വീഴാതെ ലക്ഷ്യസ്ഥാനത്തെത്തിയാൽ ഭാഗ്യം. കാർ ഉൾപ്പെടെയുള്ള മറ്റു വാഹനങ്ങളിലാണെങ്കിൽ വാഹനത്തിന് തകരാറ് പറ്റിയില്ലെങ്കിൽ അതും ഭാഗ്യം. വണ്ടി എടുത്ത് മതിലേക്ക് പോകാൻ പറ്റുന്നില്ല. കാറുണ്ട്, കാറെടുത്ത് പോകാൻ പറ്റില്ല. കാറിന്റെ ടയറിലും പോയി. 4 ടയർ പുതിയ വാങ്ങിയത് ഇപ്പൊ 2 മുമ്പേ 2 ടയർ കൂട്ടിയിട്ടല്ലേ. ഒരാളെ വേഗത്തിൽ ആശുപത്രിയിൽ എത്തിക്കണമെങ്കിൽ അതിനു പോലും സാധിക്കില്ല. സാധാരണ രോഗം വന്നാൽ തന്നെ ഇതിലെ പോയിക്കൂടാ, റോഡ് മേലെ പോയിക്കൂടാ. പ്രായമായ എന്നെ പോലത്തെ ആൾക്ക് തീരെ പോയിക്കൂടാ. ഓട്ടോ വരുന്നില്ല. അതിന് മുമ്പിലെ റോഡ് പോക്കാന്ന്. അന്നേരം എത്രയും ഇതില്ല. തെറ്റിലൂട്ടെല്ലാം പോവുകയാണ്. ഇപ്പോൾ എവിടെയും പോയിക്കൂടാ. മഴ വന്നാൽ പിന്നെ എന്ത് ചോദിക്കാനോ ആരും ഒന്നും ഉണ്ടാവില്ല. നമ്മളിതിനെ അങ്ങോട്ടാ പോവുക. ഒറ്റപ്പെട്ടു.
നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ നടത്തിയതിന്റെ പകുതി ആവേശമെങ്കിലും തുടർ പ്രവർത്തനങ്ങൾ നടത്താൻ കാണിക്കണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇലക്ഷന് ഒരു 20 ദിവസം മുമ്പിലും ഇലക്ഷൻ സ്റ്റണ്ടിന്റെ മാതിരിയാണ് JCB ഉപയോഗിച്ചിട്ട് അവർ ഇളക്കി വിട്ടു. കാൽനട യാത്ര പോയിട്ട് ഒരു കന്നുകാലികൾക്ക് പോലും നടക്കാൻ പറ്റാത്തൊരവസ്ഥയുള്ളത്. നമ്മൾ ധാരാളം കൃഷി ആവശ്യമുള്ള ഒരു തേങ്ങ അടക്കിയെല്ലാം പറിച്ചിട്ടാലും അവിടെ പറിച്ചിട്ട് പറമ്പത്ത് തന്നെയാണ് അന്യാധീനപ്പെട്ടു പോകുന്ന ഒരവസ്ഥയിലുള്ളത്. ഇതിനൊരു പരിഹാരം ഒരാഴ്ച കൊണ്ടില്ലെങ്കിൽ നമ്മൾ ആ പ്രദേശവാസികൾ സമരവുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനം. കാലവർഷം ആരംഭിക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ അതിനു മുമ്പ് പ്രവൃത്തി പൂർത്തിയാവുമോ എന്ന ആശങ്കയിലാണ് നാട്ടുകാർ. അധ്യയന വർഷം ആരംഭിക്കുന്നതിന് മുമ്പ് റോഡ് ഗതാഗത യോഗ്യമാക്കിയില്ലെങ്കിൽ വിദ്യാർത്ഥികളും പെരുവഴിയിലാകും. മഴ വന്നാൽ പിന്നെ എന്ത് ചോദിക്കാനോ ആരും ഒന്നും ഉണ്ടാവില്ല. നമ്മളിങ്ങനെ അങ്ങോട്ടാ പോവുക, ഒറ്റപ്പെട്ടു. ഇനിയിപ്പോൾ സ്കൂൾ നടക്കുന്ന സ്കൂൾ ബസ് ഇങ്ങോട്ടേക്ക് വരില്ല ടീച്ചർമാർ. ഞാൻ സ്കൂൾ ബസ്സിലെ ഡ്രൈവറാണ്. എൻ്റെ സ്കൂളിലെ കുട്ടികൾ ഇവിടെ 5-10 കുട്ടികളുണ്ട്. ആ കുട്ടികൾ 20 ദിവസം കൊണ്ട് സ്കൂൾ ഉറക്കും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യൂ? എനിക്ക് ഈ റോഡിലോട്ട് പോകാനാവില്ല. പിന്നെ ഒരു ബസ്സിൻ്റെ 4 ബസ് പോകുന്നതിൽ ഒരു ബസ്സിൻ്റെ ടയർ പൊട്ടിയിട്ട് 30,000 രൂപ നഷ്ടവും. അപ്പോൾ ഇതാര് വെച്ച് കൊടുക്കും? പഞ്ചായത്തായാലും ബ്ലോക്കായാലും ആര് വിചാരിച്ചിട്ട് എങ്ങനെയെങ്കിലും ഈ റോഡൊന്ന് ശരിയാക്കി തരണം. റോഡ് പണി നടക്കുന്നതിനാൽ വാഹനങ്ങൾ പതുക്കെ പോവുക. ഇങ്ങനെ ഒരു ബോർഡിൻ്റെ ആവശ്യം ഇവിടെയില്ല. കാരണം ഈ റോഡിലേക്ക് കയറിയാൽ പിന്നെ പതുക്കെ അല്ലാതെ പോവാൻ സാധിക്കില്ല. മാത്രമല്ല ഒരു പണിയും ഈ റോഡിൽ നടക്കുന്നുമില്ല. എത്രയും വേഗം റോഡിൻ്റെ പ്രവൃത്തി പൂർത്തിയാക്കിയില്ലെങ്കിൽ പ്രക്ഷോഭത്തിനൊരുങ്ങുകയാണ് ഇവിടുത്തെ നാട്ടുകാർ. ക്യാമറമാൻ രാഹുൽ രാമകൃഷ്ണനോടൊപ്പം സൂര്യനാവള്ളൂർ, ഗ്രാമിക ന്യൂസ്, കൂത്തുപറമ്പ്.